ഹലോ ഗൈസ്, കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണേ. അപ്പോൾ നമ്മുടെ സുധീഷിനോട് നീതു പരാതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് ഇപ്പം മിണ്ടുന്നില്ല, വഴക്കൂടിയിരിക്കുന്നു. സോറി പറഞ്ഞിട്ടൊന്നും പിണക്കം മാറുന്നില്ല എന്ന്. എന്തായാലും അവർ രണ്ടുപേരുടെയും പിണക്കമൊക്കെ സുധീഷ് മാറ്റുന്നുണ്ട്. രണ്ടുപേരെയും കൊണ്ട് കൈ കൊടുത്ത് ഇനി ഈ പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കൂടരുത്, നിങ്ങളെപ്പോഴും ഒരുമിച്ച് തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ സുധീഷിന് ഗായത്രിയുടെ കോൾ വരാനായിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്, ഇത് വലിയ പ്രശ്നമായല്ലോ എന്നുള്ള രീതിയിലാണ് സുധീഷ്. ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വരാം എന്ന് പറഞ്ഞിട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. എന്തോരം നേരം ഞാൻ സുധീഷിനെ നോക്കി നിൽക്കുന്നു എന്ന് പറയുകയാണ്. താങ്കൾ ഇത്രയും നേരത്തെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. താങ്കളോ എന്നെ ഇടി പൊടിയെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം എന്ന് പറയുകയാണ്. എനിക്ക് അങ്ങനെ പെൺപിള്ളേരെ അങ്ങനെയൊന്നും വിളിച്ച് ശീലം ഇല്ല, അതുകൊണ്ടാണെന്ന് പറയുന്നത്. നമുക്കൊരു കോഫി കുടിക്കാനോ സിനിമയ്ക്കോ പോയാലോ എന്ന് പറയും. അപ്പം സുധീഷിനാകെ ഇതായി. നിധീനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവളോട് അടുക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി കൂടുതലായിട്ടും ഇവനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, ഇത് തലയിലായല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സുധീഷ്. അപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ ജോലിയിലായിരുന്നു, എന്താ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് പറയും. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ വീഡിയോ വരെ ആക്കാമെന്ന് നിൽക്കും. എന്നിട്ട് ഏത് കുഴപ്പമില്ല ആക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിലിരുന്ന് ഗായത്രി എപ്പോഴും ഇങ്ങനെ സുധീഷിനെ നോക്കണം. സുധീഷിനാണെങ്കിൽ ആകെ ഒരു പരിങ്ങലാട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ സുധീഷ് ഇങ്ങനെ അധികം സംസാരിക്കുകയൊന്നും ഇല്ലാത്തതെന്ന് പറയുമ്പോൾ, ഞാൻ ഇൻട്രോവേർട്ടാണ്, വീട്ടിലും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്നാ, ഇന്ന് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയല്ലേ എന്ന് പറയും. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, വൈകിട്ട് ഫ്രണ്ട്സൊക്കെ വരും, ഒരു പാർട്ടിയുണ്ട് വീട്ടിൽ, സുധീഷ് വന്നം, ഞാൻ കാത്തിരിക്കുമെന്നൊക്കെ പറയും. സുധീഷ് ആകെ പെട്ടു. സുധീഷ് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അവിടെ ഇറക്കിയിട്ട് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം നികേഷും നിധിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ചായ ഇടുക, ആരാ ചായ ഇടുന്നത്, നിധി ചായ ഇടുവാണെങ്കിൽ എനിക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങ് പറ്റില്ല ചായ ഇടാനൊക്കെ പറഞ്ഞിട്ട് എന്നോട് കോഫി കുടിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞതായിരുന്നു ഒരാൾ, പക്ഷെ പോയില്ല. ബീച്ചിൽ ആരാ ചായ കുടിക്കാൻ വിളിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ സുധീഷ്. അപ്പം എൻ്റെ ബോസാണ് സിദ്ധാർത്ഥ് സാറ്, ഞാൻ നല്ല രീതിയിൽ ഒരു വർക്ക് പ്രസൻറ്റേഷൻ ചെയ്തു, അതുകൊണ്ട് എനിക്ക് കോഫി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇയാളുടെ ജോലിയുടെ കാര്യമല്ല. അപ്പോൾ സുധീഷിന് കുശുമ്പൂത്താണ് കേട്ടോ. ജോലിയുടെ ഭാഗമല്ലേ, അത് ചെയ്യണതിന് ഇതിനെ കോഫി കുടിക്കാൻ കൊണ്ടുപോകണമെന്ന് പറയാം. അങ്ങനെയാണ്, അത് വളയ്ക്കാനാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ സുധീഷ് ഇയാളുടെ സ്വഭാവമല്ല എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞ് നിധി പറയാനായിട്ട്, സംസാരിച്ചിരിക്കാൻ സമയമില്ല, എനിക്ക് ഒരു പാർട്ടിക്ക് പോകാനുണ്ട്, ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേ ആണ്, ഞാൻ പോവാന്നൊക്കെ പറയും. അപ്പം നിധിക്ക് എന്തോ പോലെ ആവട്ടെ, നിധി മുഖമൊക്കെ വല്ലാതെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം നികേഷ് പറയും, ഏട്ടത്തി അതൊന്നും കാര്യമാക്കേണ്ട, അതൊക്കെ ചുമ്മാ പറഞ്ഞു, അയാൾ എന്ത് കാണിച്ചാൽ എനിക്കെന്താ എന്നുള്ള രീതിയിൽ നിധി പറയുകയാണ് കേട്ടോ. പക്ഷേ സുധീഷ് ആകെ പെട്ടു. സുധീഷിനെ കാത്ത് അവളവിടെ നിൽക്കുവാണ്. ചെന്ന് കഴിയുമ്പോൾ കയ്യിലൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് വിട്, ഇത് എന്തേ കാണിക്കുന്നതെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. സുധീഷിനെ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരുമിച്ച് കേക്ക് മുറിക്കാനൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സുധീഷ് പറയും കയ്യിൽ നിന്ന് വിടാൻ, എന്നിട്ട് കേക്ക് മുറിക്കുക, ഗായത്രി തന്നെ മുറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി കേക്കൊക്കെ മുറിച്ച് സുധീഷിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കണം. സുധീഷ് ആകെ പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും, നിൻ്റെ ബോയ് ഫ്രണ്ട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാണ്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ആകെ ഇതാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ബൊക്കയിൽ ഒരു റോസാപ്പൂ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, അപ്പം സ്നേഹിക്കുന്നവർ തമ്മിൽ പനിനീർപ്പൂവല്ലേ പങ്കുവയ്ക്കണ്ടേന്നൊക്കെ പറയും. സുധീഷ് ഇവിടെയും ഞാൻ പെട്ടു, ഇനി ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ഊരും എന്നുള്ള അവസ്ഥയിലാണ്. ശരിക്കും പറഞ്ഞാൽ സുധീഷ് പെട്ടിരിക്കുകയാണ് കേട്ടോ. ഗായത്രി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രിയോട് സുധീഷിന് സ്നേഹമാണ്, ലവേഴ്സാന്നുള്ള രീതിയിലാണ് ഗായത്രി പെരുമാറുന്നത്. സുധീഷാണെങ്കിൽ നിധീനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, നിധീനെ കുശുമ്പൂത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആകെ സുധീഷ് പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഇതാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ.